നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ നഗരത്തിൽ നാളെ പുലിയിറങ്ങും. പുലിക്കളി TCVയിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. പുലിക്കളിയോടനുബന്ധിച്ച് നാളെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. രാവിലെ മുതൽ സ്വരാജ് റൌണ്ടിൽ വാഹന പാർക്കിംഗ് അനുവദിക്കില്ല. ഉച്ചയ്ക്ക് 2 മണി മുതൽ സ്വരാജ് റൌണ്ടിലും സമീപ റോഡുകളിലും വാഹന ഗതാഗതം നിയന്ത്രിക്കും. നാലോണ നാളിലെ പുലിക്കളിക്കുള്ള കോർപ്പറേഷന്റെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. തൃശൂരിന്റെ തനത് കലയായ പുലിക്കളി നിലനിർത്താനും കലാകാരന്മാരെ സംരക്ഷിക്കാനുമാണ് ആഘോഷങ്ങൾ കുറച്ച് പുലിക്കളി നടത്തുന്നതെന്ന് മേയർ MK വർഗീസ്. നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. കർശന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. 7.5 വർഷത്തിന് ശേഷമാണ് പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കുന്നത്. വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സത്യസന്ധമായ നിലപാട് സർക്കാർ കൈക്കൊള്ളുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയും വേണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. തെറ്റായ കണക്കുകൾ നൽകിയാൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന സഹായം പ്രതിസന്ധിയിലാകുമെന്നും ചെന്നിത്തല. ചാലക്കുടി കൂടപ്പുഴയിൽ സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിന് ഗുരുതര പരിക്കേറ്റു. പെരിങ്ങൽകുത്ത് പുളിയിലപ്പാറ വടക്കൻ വീട്ടിൽ അജിയുടെ മകൻ 19 വയസ്സുള്ള ഡെൽജോ ആണ് മരിച്ചത്. പരിയാരം കൊന്നക്കുഴി പുത്തൻപുരയ്ക്കൽ മിഥുലിനാണ് പരിക്കേറ്റത്. മുണ്ടൂർ വെട്ടിക്കാവിൽ വർക്ക്ഷോപ്പിന് മുന്നിൽ വെച്ചിരുന്ന ഇരുചക്ര വാഹനങ്ങൾ കത്തിനശിച്ചു. അവണൂർ സ്വദേശി എൽവിന്റെ ഉടമസ്ഥതയിലുള്ള വർക്ക്ഷോപ്പിന് മുന്നിൽ റിപ്പയറിംഗിന് വെച്ചിരുന്ന സ്കൂട്ടറും 2 ബൈക്കുകളുമാണ് കത്തിനശിച്ചത്. മലപ്പുറത്ത് വീണ്ടും നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ്. മലപ്പുറത്ത് മാസ്ക് നിർബന്ധമാക്കി. ആളുകൾ കൂട്ടം കൂടി നിൽക്കരുതെന്നും നിർദ്ദേശമുണ്ട്. നാലോണ നാളിലെ പുലിക്കളിക്ക് മുൻപായി സ്വരാജ് റൌണ്ടിലെ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങളിൽ ടാറിംഗ് നടത്തി. സ്വരാജ് റൌണ്ടിന്റെ ശോചനീയാവസ്ഥയെ സംബന്ധിച്ച് TCV വാർത്ത നൽകിയിരുന്നു. ലെജൻഡ്സ് ഓഫ് ഇരിങ്ങാലക്കുടയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പുലിക്കളി ആഘോഷം വർണ്ണാഭമായി. നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ, ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. KPMS കൊടകര ഏരിയ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ 162ാമത് മഹാത്മാ അയ്യൻകാളി ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു. സാംസ്കാരിക സമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK സുബ്രൻ ഉദ്ഘാടനം ചെയ്തു. അതിഥി തൊഴിലാളികൾക്ക് തിരുവോണ സദ്യ വിളമ്പി മലയാളികൾ. മൈഗ്രേറ്റ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാടാനപ്പള്ളി EMS സാംസ്കാരിക നിലയത്തിലാണ് അതിഥി തൊഴിലാളികൾക്കൊപ്പം ഓണാഘോഷം സംഘടിപ്പിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുതിയ മേൽശാന്തിയെ തെരഞ്ഞെടുക്കാനുള്ള കൂടിക്കാഴ്ചയും നറുക്കെടുപ്പും നാളെ നടക്കും. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ ദേവസ്വം ഭരണസമിതി മുമ്പാകെയാണ് കൂടിക്കാഴ്ച. SC/ST ഫെഡറേഷൻ കേരളയുടെ മഹാത്മാ അയ്യൻകാളി സംസ്ഥാന അവാർഡ് സമർപ്പണം തൃശൂരിൽ നടന്നു. എഴുത്തുകാരൻ AV ദിവാകരൻ, മുണ്ടക്കയം ഭീം മിഷൻ സംസ്ഥാന ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് സജി K ചേരമന് പുരസ്കാരം സമ്മാനിച്ചു. കയ്പമംഗലം കൂരിക്കുഴി ശ്രീ വിഷ്ണുമായ സേവാമഠം തലാശ്ശേരി തറവാട്ടിൽ രൂപക്കളവും നിറക്കലശവും നടത്തി. പ്രണവ് ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കയ്പമംഗലം കൂരിക്കുഴി സഹോദര കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ ഓണത്തോടനുബന്ധിച്ച് സഹോദരോത്സവം സംഘടിപ്പിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. 24 കേരള NCC ബറ്റാലിയന്റെ നേതൃത്വത്തിൽ കോലഴി ചിന്മയ വിദ്യാലയത്തിൽ ദശദിന ക്യാമ്പ് തുടരുന്നു. ലഫ്റ്റനന്റ് കേണൽ ബ്രിജേഷും ഡെപ്യൂട്ടി കമാൻഡന്റ് മേജർ സ്റ്റൈജുവുമാണ് ക്യാമ്പ് കമാൻഡറും ഡെപ്യൂട്ടി കമാൻഡറും. വടക്കാഞ്ചേരി SNDP ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ ചതയദിന പ്രാർത്ഥന നടന്നു. ശാഖാ സെക്രട്ടറി സുഭാഷ് പുഴയ്ക്കൽ, വൈസ് പ്രസിഡന്റ് CG ശശീന്ദ്രൻ, യൂണിയൻ പ്രതിനിധി PA കുമാരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.